ഇപ്പോൾ കുട്ടികളൊക്കെ കുരങ്ങനാകാൻ വേണ്ടിയിട്ടാണ് പഠിക്കണത് എന്നാണ് കേട്ടത്. കുരങ്ങനാകാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചാടിപ്പോകാൻ പഠിക്കുക എന്നാണ്. കുരങ്ങന്മാരുള്ള ചാടുക. ഡാർവിൻ സിദ്ധാന്തം പഠിച്ച് ഇപ്പം നടന്നു പോക്കില്ല, ഒക്കെ ചാട്ടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്നലെ പ്രേമിച്ച് ഇന്ന് ചാടുകയാണെന്ന്? അല്ല. പ്രേമം തുടങ്ങി ചാട്ടത്തിൻ്റെ ഇടയിൽ ചുരുങ്ങിയത് 5 കൊല്ലാണ്, 1-2 കൊല്ലല്ല, ചുരുങ്ങിയത് 5 വർഷം ഉണ്ടാവും തുടങ്ങിയിട്ട്. ബാപ്പാക്കും ഉമ്മാക്കും ഒഴിവുണ്ടായില്ല ശ്രദ്ധിക്കാൻ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഒന്നും സംഭവിക്കില്ല. എങ്ങനെ ശ്രദ്ധിക്കുക? നേരത്തെ പറഞ്ഞ മാതിരി അടയാളം ശ്രദ്ധിക്കണം. ഉമ്മാൻ്റെ മുമ്പിൽ ഒരു കാര്യം ഒരു കുട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഉമ്മയാണെങ്കിൽ, പേറ്റ ഉമ്മയാണെങ്കിൽ ഉമ്മാൻ്റെ മുമ്പിൽ ഒരു കുട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല. ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടും, പക്ഷെ ഉമ്മ അറിയാത്ത മാതിരി ഇരിക്കുകയാണ്. ഉമ്മാരറിയാതെ ഒരു കുട്ടിയും ചാടണില്ല, പക്ഷെ ചാടണിൻ്റെ കാരണം ഉമ്മയല്ല, വാപ്പയാണ്. നല്ലോണം മനസ്സിലാക്കണമെങ്കിൽ ഞാനീ പറഞ്ഞത്, പെൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണം ഉമ്മയല്ല, ആരാണ്? വാപ്പയാണ്. അതേ സമയത്ത് ഉമ്മ അറിയാതെ പെൺകുട്ടി കേടുവരില്ല. മനസ്സിലാകണില്ല പഠിച്ചോനെ? കുടുങ്ങിയല്ല റബ്ബേ. 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, 8ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഞങ്ങളെ സ്കൂളിലുണ്ട് നല്ലോണം പഠിക്കണ ഒരു ചെറുക്കൻ, ഓൻ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഓല സ്കൂളിൽ നല്ല പഠിക്കണ ഒരു ചെറുക്കണ്ടായതിന് നമുക്ക് വല്ല എതിർപ്പുണ്ടോ? നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല. പക്ഷെ നമ്മളെ 8ാം ക്ലാസ് പഠിക്കണ പെൺകുട്ടി അത് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ഒന്നുമില്ലെങ്കിൽ ആ നല്ലോണം പഠിക്കുന്ന ആൺകുട്ടിയെ എൻ്റെ പെൺകുട്ടി ആകർഷിച്ചിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണം. ഇതൊരു സൂചനയാണ്. ശരിയായിരിക്കാം, ശരിയല്ലാതെയും ഇരിക്കാം. പക്ഷെ ശരിയാണോ സൂചനയാണോ എന്ന് പേടിയുള്ള പെണ്ണിനെ ഉമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. വൈകുന്നേരം പീടി അടച്ചങ്ങാണ്ട് വാപ്പ വന്നു. ചോറ് ഇരിക്കണ സമയത്ത് ചോറ് ഇങ്ങനെ ഏകദേശം കഴിയാൻ നേരത്ത് ഉമ്മ പറഞ്ഞു വാപ്പാട്, പിന്നെ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു. എന്ത് ചോദിച്ചു? ചോറ് കഴിയാൻ നേരത്തെ പറയാൻ പാടുള്ളൂ കേട്ടോ, വന്നേക്കിന് എന്നെ പറയരുത്. വാപ്പാരിങ്ങനെ പോയിട്ട് ഇടങ്ങേറൊക്കെ ആയിട്ട് വരുമ്പോൾ ചോറ്റിക്കൊണ്ട് കയ്യുത്തുമ്പോൾ പറയും, നമ്മളെ മറിയമ്മൂനൊന്ന് കെട്ടിച്ചണ്ടേന്ന്. അതോടുകൂടി ആ ചോറിറങ്ങൽ നിന്നു. കയ്യാൻ നേരത്ത് പറയാം. എന്ത് പറയാ? ഇന്ന് നമ്മളെ മോള് സ്കൂളിട്ട് വന്നപ്പോഴേ ഓല സ്കൂളിൽ നല്ല പഠിക്കണ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്, ഒരു ആൺകുട്ടി. എനിക്കെന്തോ ഒരു പന്തി കേട് തോന്നുന്നു എന്ന് ഉമ്മ പറയണം വാപ്പാട്. അപ്പോൾ വാപ്പ പേടിയുണ്ടെങ്കിലും പേടി കാണിക്കാത്ത മാതിരി ഇങ്ങനെ ഇരിക്കണം. ഒന്നും ഉണ്ടാവില്ലടി എന്നും പറഞ്ഞാൽ ഒരു സമാധാനിപ്പിക്കൽ. പക്ഷെ ഉള്ളിൽ ചെറിയൊരു ചൂടിങ്ങനെ വേണേനും. എന്താ റബ്ബേത്? 5ാമത്തെ ദിവസം പെണ്ണ് വന്നിട്ട് വീണ്ടും പറഞ്ഞു, ഉമ്മ 9:25 ബസ്സിൽ ഭയങ്കര തിരക്കാ, ഞാൻ ഇനി 9:35 ബസ്സിലാണ് പോണത്, അതിൽ തിരക്ക് കുറവാണ്. ആയിക്കോട്ടെ, തിരക്കില്ലാത്ത ബസ് തന്നെയാണ് പോകേണ്ടത്, നമുക്കും തിരക്കി പോകണമെന്ന് അഭിപ്രായമൊന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ പറഞ്ഞ ആ പഠിക്കണ കുട്ടിയും ഈ 9:35 കൂടി എന്തെങ്കിലും ബന്ധം ഉണ്ടാവുക റബ്ബേ എന്ന് പേടിക്കുന്ന പെണ്ണിനെ ഉമ്മാന്ന് പേരിടാൻ പറ്റുള്ളൂ. അല്ലാത്തതിന് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റും. പുതിയണ്ണ് എന്നൊക്കെ പറയാൻ പറ്റും. പുതിയണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ്. വാടകയ്ക്ക് തുണിയും കുപ്പായും കിട്ടും, അത് കൊണ്ടുവന്നാണ്ട് ഇടുക. കുറച്ച് മൈലാഞ്ചി ട്യൂബ് വാങ്ങിയാൽ മതി, അതും തേച്ചാൽ പുതിയണ്ണായി. ഇമ്മയാവാനാവും നടക്കൂല. മൈലാഞ്ചി വെച്ച അമ്മയാവോ? ഇമ്മയാവാൻ കുറച്ച് പേടിയും ബേജാരൊക്കെ ഉണ്ടാകണം. അപ്പം അങ്ങനെ വാപ്പ പിറ്റേന്ന് വന്ന് അന്ന് ചോറ് കഴിക്കാൻ വന്നപ്പോൾ മൂപ്പര് പീടി അടച്ചങ്ങാണ്ട് അല്ലെങ്കിൽ കന്നൂട്ട് കഴിഞ്ഞാണ്ട് വന്നപ്പോൾ പറഞ്ഞു, മോള് പിന്നെ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്, 9:35 നാളെ പോണത് എന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്നാൾ വേറെ വർത്താനം പറഞ്ഞിട്ടുണ്ട്, നല്ല പഠിക്കണ ഒരു ആൺകുട്ടി ഉണ്ട് എന്ന്. അതിൻ്റെ മുന്നേ നല്ല പാട്ട് പാടുന്നൊരു കുട്ടി ഉണ്ട് എന്ന് വേറെയും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോന്നാവോ എനിക്കൊരു ബേജാറ് എന്നുമ്മ വാപ്പാട് പറഞ്ഞു. അപ്പോൾ വാപ്പാക്ക് ഉള്ളിലൊരു പേടി മൂപ്പർക്ക് ഉണ്ടെങ്കിലും മൂപ്പര് അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് സമാധാനപ്പെടുത്തി. പിറ്റേ ദിവസം കഴിഞ്ഞു.
അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പീടിക്ക് പോകും പോലെ വാപ്പ പെരേന്നിട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നങ്ങാണ്ട് ഒഴിഞ്ഞിട്ടൊന്നിങ്ങനെ നിൽക്കുക. 9:35 എന്താ നടക്കണതെന്നൊന്ന് നോക്കുക. കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ പെൺകുട്ടി മുന്നത്തെ ഡോറിൽ കൂടിയാണ് കയറുമ്പോൾ വാപ്പ ബാക്കത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് 10 ഉറുപ്പ്യം കൊടുത്തങ്ങാണ്ട് കമ്പിമ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. തിരക്ക് കുറവന്നെയാണോ എന്നൊന്ന് നോക്കാൻ ഒഴിവുള്ള മീശക്കാരനെ വാപ്പ എന്ന് പറയാൻ നിർവാഹമുള്ളൂ. അല്ല, അന്നും കച്ചവടം തന്നെയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഈ പരിപാടി നടക്കൂല കേട്ടോ. അല്ല, ഒരു ദിവസമൊക്കെ ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ തയ്യാറുള്ള ആൾക്ക് ബാപ്പ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് 3 പ്രാവശ്യം 5 പ്രാവശ്യം ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഒരു കുട്ടിയും ചാടൂല. അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താതെ ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ചാടാൻ കഴിയൂല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാൽ പെൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണമൊട്ട് ഉമ്മയല്ലേനും അത് വാപ്പേണേനും. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. പലയിടത്തും ഉണ്ട്. സൂറത്തുർ റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ ഏതായാലും ഉണ്ട്. അള്ളാഹു മനുഷ്യനെ ഇണയായിട്ടാണ് പടച്ചത്. ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും എപ്പോഴും ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് വിവാഹം വരെ പെണ്ണിൻ്റെ പിന്തുണ നൽകുന്നത് ഉമ്മയാണ്. വിവാഹത്തിന് ശേഷം ഭാര്യയാണ്. ഭാര്യയുടെ മരണശേഷം പെൺമക്കളാണ്. ഭാര്യമാർ മരിച്ച ഏതെങ്കിലും വാപ്പാർ പെരയിലുണ്ടെങ്കിൽ നോക്കിക്കോളി, പെൺകുട്ടികൾ വിരുന്ന് വരുന്ന അന്നേ ഓൽക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഇടക്കൊന്ന് പെങ്ങന്മാരെ കൊടുന്ന് നിർത്തണം. ഇടക്ക് വാപ്പാനൊന്ന് പെങ്ങന്മാരോടക്ക് കുറച്ച് ദിവസം ആക്കി കൊടുക്കും വേണം. കാരണം ആണിന് ഒരു പെണ്ണിൻ്റെ പിന്തുണ വേണം. അത് ജനനം മുതൽ ആൺകുട്ടികൾക്ക് കല്യാണം വരെ ഉമ്മ നൽകും. കല്യാണശേഷം ഭാര്യ നൽകും. ഭാര്യയുടെ മരണശേഷം പെൺമക്കളായിരിക്കും ആ പിന്തുണ നൽകുന്നത്. ഇങ്ങനൊരു പിന്തുണ ഉണ്ടായിരിക്കണം. പെൺകുട്ടികൾക്ക് കല്യാണം വരെ ഈ പിന്തുണ നൽകേണ്ടത് വാപ്പയാണ്. അതുകൊണ്ടാണ് അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ മുട്ടായിപ്പൊതി കൊണ്ടെന്നാൽ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം. എല്ലാ ഫിഖിന്റെ കിതാബും പറഞ്ഞിട്ടുണ്ട്, അങ്ങാടിയിൽ നിന്ന് മുട്ടായിപ്പൊതി കൊണ്ടുവരുമ്പോൾ പെൺകുട്ടിയുടെ കൈവശമാണ് കൊടുക്കേണ്ടത്. അത് കല്യാണം വരെ വാപ്പയാണ്. വാപ്പമാര് അണഞ്ഞുകൂട്ടി പിടിച്ച് മൂർദാവിൽ ഉമ്മ വെക്കുന്ന പെൺകുട്ടി ചാടിപ്പോകൂല. അപ്പൊ ചാടണേന്റെ കാരണം വാപ്പയാണ്. എന്നാൽ സൂചന കിട്ടും ഉമ്മാക്കാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ആൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണം ഉമ്മയാണ്. കോളേജ് വിട്ടാണ്ട് ആൺകുട്ടികളെ കൂടെ വരിക, അടുക്കളയിൽ കൂടെ വരിക. പെൺകുട്ടികളെ കൂടെ വരിക, സിറ്റൗട്ടിൽ കൂടെ വരിക. കോളേജ് വിട്ട് വരുമ്പോൾ പെൺകുട്ടികൾ സിറ്റൗട്ടിൽ കൂടെ വരിക, ആൺകുട്ടികളോ മെല്ലെ പോയിട്ട് അടുക്കളയുടെ അത് എങ്ങനെ കയറി വരിക ചെയ്യുക. എന്താ കാരണം? ആൺകുട്ടികൾക്ക് ഉമ്മാൻ്റെ പിന്തുണയാണ് വേണ്ടത്, പെൺകുട്ടികൾക്ക് വാപ്പാൻ്റെ പിന്തുണയാണ് വേണ്ടത്. ഇതന്നെ സംഗതി അറിയണത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് രണ്ടാമത്തേത് ശരീരത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം. ഇനി മൂന്നാമത്തേത് സ്വഭാവത്തിൻ്റെ പരിപാലനം. സ്വഭാവം പരിപാലിക്കാരണം എന്താ? ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം എന്താ വെച്ചാൽ അതന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് മര്യാദ, മറ്റൊന്ന് ശീലം. 2 കാര്യമാണ് സൂക്ഷിക്കേണ്ടത്. മര്യാദ ക്ലിയറാക്കിയാൽ ആരാധനകൾ, ഇബാദത്തുകൾ ക്ലിയറാകുന്നതാണ്. മര്യാദ റെഡിയായാൽ ഇബാദത്ത് ക്ലിയറാവും. നമ്മളെല്ലോ മര്യാദയും പോകുക എപ്പോഴാണ്? നിങ്ങൾ തിന്നാൻ കണ്ടാലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? നമ്മളെല്ലാം മര്യാദ എപ്പോഴാണ് പോവുക? തിന്നാണ്. ഇപ്പം ഇവിടെ ഓരോ ഗ്ലാസ് ചായ കൊടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം അച്ചടക്കും പോകും. ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും ഇവിടെ കൊടുത്താൽ മതി. തിന്നാൻ കണ്ട. അതുകൊണ്ട് തന്നെ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദയാണ്. അതുകൊണ്ട് മക്കളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ തിന്നാൻ പഠിപ്പിക്കണം. ഇസ്ലാം പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചാലാണ് മര്യാദ ഉണ്ടാകുക. ഭക്ഷണത്തിലെ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും. രണ്ടാമത് ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാകുന്നു. ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പരിപാലനത്തിലും വരും,
സ്വഭാവത്തിൻ്റെ പരിപാലനത്തിലും വരും. കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക എന്നാണ്. ഈ ഭക്ഷണം നന്നാകുക എന്ന് പറഞ്ഞാലേ തൊയ്യിബായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തൊയ്യിബാകുക എന്ന് പറഞ്ഞാൽ ഹലാലായാൽ പോരാ തൊയ്യിബാകാൻ. ഹലാൽ വേറെയാണ്, തൊയ്യിബ് വേറെയാണ്. തൊയ്യിബുകൾ എല്ലാം ഹലാലായിരിക്കും, ഹലാല് മൊത്തം തൊയ്യിബല്ല. ഇടച്ചോനെ, നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ അല്ലേ? എന്തൊരു ഉഷാറില്ലാത്തതെന്നാവും, എനിക്കറിയില്ല. എല്ലാവരും ചൊല്ലി അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ നോക്കി എല്ലാവരും. ഭക്ഷണം നന്നാവുക എന്ന് പറഞ്ഞാൽ ചിക്കനായിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, തൊയ്യിബായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തൊയ്യിബാകുക എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ മനസ്സിന് സന്തോഷത്തോടുകൂടെ തരുന്നു എങ്കിൽ അതിനെയാണ് തൊയ്യിബ് എന്ന് പറയുക. വാങ്ങുന്നവൻ്റെ സന്തോഷമല്ല, തരുണോൻ്റെ സന്തോഷമാണ് തൊയ്യിബിൽ പരിഗണിക്കുക. തരുന്ന ആൾക്ക് വളരെയധികം റാഹത്തായിട്ടാണ് അത് തന്നിട്ടുള്ളത് എങ്കിൽ അത് തൊയ്യിബോ. തരുന്ന ആൾക്ക് റാഹത്തൊന്നുമില്ല എന്നാൽ തൊയ്യിബാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ ഉസ്താദുമാർക്ക് നാട്ടിൽ ചെലവ് കൊണ്ടിരുന്ന ചില പേരുണ്ടാവും. അവർ ഒന്നുകിൽ കൃഷിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഭൂസ്വത്തുള്ളവരായിരിക്കും. ഇങ്ങനത്തെ പേരെന്നാണ് ചെലവ് കൊണ്ടുവരിക. കൃഷിയുള്ളവരാണെങ്കിൽ കന്നിമാസത്തിൽ കൊയ്താൽ, നെല്ല് കൊയ്താൽ ഒരു കൊല്ലം ചോറ് ഇക്കാനുള്ള നെല്ല് പത്തായത്തിൽ കയറ്റിയിടും. ബാക്കി ഓരോ ചാക്ക് 2 ചാക്കൊക്കെ വിറ്റാൽ ചൊവ്വാഴ്ച ചന്തക്ക് പോയിട്ട് ഉണക്കൽ മീനും ഉപ്പും മുളകും വാങ്ങാനുള്ള പൈസ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കൂട്ടാൻ പറഞ്ഞാൽ തൊടുന്ന് പറിക്കണേ താളവും തവരിയും മുരിങ്ങിയും പയറും ഒക്കെ അത് പറമ്പിലുണ്ടാക്കുന്നതുമാണ്, അതിനൊട്ട് പൈസയും വേണ്ട. അതുകൊണ്ട് നാളെ ഉച്ചക്ക് ഒരു 2 ആൾ ഭക്ഷണത്തിനുണ്ടാവും, അങ്ങോട്ട് ഇട്ടോ എന്ന് പറഞ്ഞാൽ വന്നോട്ടെ അറിയും, ഒരു കുഴപ്പമില്ല അറിയും. അതേ സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പുര പൊളിച്ച് നേരാക്കുന്നുണ്ട്, ഒരു 1000 റുപ്യ നിങ്ങളെ വക സംഭാവന ചെയ്തട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ അവിടെ ഒന്നുമില്ല, അടുത്ത കൊയ്യൽ കഴിയട്ടെ, നെല്ല് വിറ്റിട്ട് തരാം എന്ന് പറയും. പൈസ തരാൻ പ്രയാസമാണ്, ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ നിന്നാണ് കൊണ്ടുവരിക. സന്തോഷപൂർവ്വം പോലും ഭക്ഷണം തരും. പിന്നെ ഇപ്പോൾ കുറേ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനൊക്കെയാണ് കമ്മിറ്റിയിലുള്ളത്. ഇപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി കഴിഞ്ഞ് ആദ്യത്തെ മീറ്റിംഗ് തന്നെ എടുക്കുന്ന തീരുമാനം എന്താ പറയുക, മഹല്ലിലെ എല്ലാ വീട്ടിൽ നിന്നും പള്ളികൾക്ക് ചെലവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരണ്ട തീരുമാനം. എന്തായി എന്നറിയങ്ങൾ, ഇനിയിപ്പോൾ പണ്ടാറടക്കം വ്യാഴാഴ്ച മൂലർക്കുള്ള ചെലവുമാണ്, അതാണ് കഴിഞ്ഞിട്ടിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് പണ്ടാറടക്കണ ചെലവ് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇതിനെയാണ് തൊയ്യിബല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണം. ഒരു ഉദാഹരണം അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് നേരത്തെ തന്നെ പോന്നതാണ് എന്ന് കല്യാണത്തിനെ. പറയാൻ മറന്നാൽ പോകാം, പക്ഷെ ചോറ് കഴിക്കണമെങ്കിൽ മറന്ന തന്നെയെന്ന് ഉറപ്പാകോളം പറയണം, അല്ലാതെ ചോറ് കഴിക്കാൻ പാടില്ല. തന്നെ സംഗതി തൊയ്യിബാവണമെങ്കിൽ വളരെ പ്രയാസമാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നാട്ടിൽ വാടക കിട്ടാൻ 3 പീഡി റൂമും 2 കോട്ടേഴ്സും ഒക്കെ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് ഉഷാറായി വന്നപ്പോത്തിന് അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. മെലിഞ്ഞിട്ട് മേശൻ്റെ അടിയിൽ കൂടി എടുത്തതാണ്. അത്യാവശ്യം ഇങ്ങനെ പീഡി റൂമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് കൊടുത്താൽ നേരാവൂല എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഒട്ട് തിരിയില്ല, ഇതാണ് സംഗതി. അപ്പോൾ ഹലാലായാൽ പോരാ, തൊയ്യിബാവണം. ഏറ്റവും നല്ല വരുമാനം ഗവൺമെൻറ് ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അഭിപ്രായക്കാരൻ തന്നെയാണ്, അതിനോട് യോജിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ദീനിന് ഇൽമിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വരൽ വളരെ അപൂർവമാണ്. അത് ഫക്കീറന്മാരെന്നേ വരുള്ളൂ.
ഈ ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ആളുകളിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, റിട്ടയർഡ് അവരൊക്കെ ഉണ്ട്. ഞാൻ ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല കേട്ടോ, ഒരു വസ്തുത. അവരിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ഖാദിമാർ, വിധികർത്താക്കൾ, ഖുത്ബ ഓതുന്നവർ, പ്രഭാഷണം നടത്തുന്നവർ, ദർസ് നടത്തുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ വരൽ വളരെ പ്രയാസമായിരിക്കും. എന്താ കാരണം എന്നറിയാം നിങ്ങൾ? എല്ലാവരും അങ്ങനെ പറയല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ പറയല്ല. ആകെ 150 ദിവസമേ പണിയുള്ളൂ. ആ 150 ദിവസത്തിന് മുഴുവൻ ഹാജരാവില്ല. ഹാജരായ ദിവസം ഒരു ഒപ്പിടണമെങ്കിൽ പൈസ വേറെ കൊടുക്കണം. ഇതന്നെ സംഗതി. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ മതി എന്ന് പറഞ്ഞാൽ ബർക്കത്തുണ്ടാവും. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബർക്കത്തില്ലാത്ത 500 ഉറുപ്പ്യ വരും. അതന്നെ സംഗതി. ഉള്ള പണി നേരങ്ങത്തിലെടുത്താൽ മതി, ബർക്കത്തുണ്ടാവും. ഉള്ള പണി നേരങ്ങത്തിലെടുക്കണം. അതിന് വേറെ നൈപ്പൂലി പറഞ്ഞിട്ട് വേറെ വാങ്ങാതിരിക്കണം. എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം. അല്ലാതെ ശമ്പളം കുറക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയാണെങ്കിൽ സംഗതി ബറക്കത്തുണ്ടാവും. അല്ലെങ്കിൽ ബറക്കത്തില്ലാത്ത സമ്പത്തായിട്ട് മാറും. ഗവൺമെൻറ് ജോലിക്ക് എല്ലാവരും പരിശ്രമിക്കണം. ഏറ്റവും നല്ല വരുമാന മാർഗം അതാണ്. ഞാനതിനെ 100% പിന്തുണക്കുന്നു. പക്ഷേ ജോലി ഇല്ലാത്തവൻ്റെ സ്വഭാവവും ജോലിയുള്ളവൻ്റെ സ്വഭാവവും വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് കഴുതക്കാല് വരെ പിടിക്കാൻ തയ്യാറാവും. ജോലിയാണ് കിട്ടിയാൽ, ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില വില്ലേജ് ഓഫീസിൽ ചെന്നാൽ മോത്ത് നോക്കാത്ത കുറച്ച് സൈസ് മനുഷ്യന്മാരുണ്ടാവും അവിടെ. ഓല് ജോലി കിട്ടുന്നതിന് മുന്നേ ഈ സ്വഭാവം ഒന്നല്ല, ജോലി കിട്ടിയതിൻ്റെ ശേഷം ഈ സ്വഭാവത്തിലേക്കാണ് മാറിയതാണ്. അവിടെ നിന്ന് മാറിയിട്ട് ഈ തൊഴിൽ എന്തിനുള്ളതാണ്, ഞാനിതിൻ്റെ ശമ്പളം പറ്റുന്നത് എന്തിനാണ് എന്ന ബോധ്യത്തോടു കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ബർക്കത്തുണ്ടാവും, മക്കൾ നേരാവുകയും ചെയ്യും. അപ്പോൾ തൊയ്യിബാവുകയും ചെയ്യും. അല്ലെങ്കിൽ തൊയ്യിബാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞാനൊരിക്കൽ മദീനയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളിനോട് സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫർണിച്ചർ ഒന്നിച്ചിറക്കിയിട്ട് അത് കടകളിൽ സെയിൽ ചെയ്യുക, എന്നിട്ട് പൈസ പിരിക്കുക, ഇങ്ങനത്തെ ഒരു കമ്പനിയാണ്. ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. ചൈനയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ നല്ല 1-ാം തരം ഫർണിച്ചറുകൾ ഇറക്കിയിട്ട് കടകളിലൊക്കെ കൊടുക്കുക, എന്നിട്ട് പൈസ പിരിക്കുക. അങ്ങനെ കുറേ ജോലിക്കാരൊക്കെ ഉള്ളൊരു കമ്പനിയാണ് അയാൾ നടത്തുന്നത്. 6 മാസത്തെ ലീവിന് എല്ലാ ഇടപാടുകളും മാനേജറെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിൽ പോന്നു. 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ വന്നേക്കിന് കയ്യും കണക്കും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പോവുകയാണ്. ഒരാളെ ശമ്പളത്തിൽ നിന്നിട്ട് അതേമാതിരത്തെ വേറെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സാധനം ഇറക്കിങ്ങാണ്ട് സെയിൽ ചെയ്തിട്ട് മജ്‌ലിസുന്നൂർക്ക് 313 ഉറുപ്പ്യ വേണ്ട, ബദരീങ്ങളോ അവൻ്റെ 313 ഉറുപ്പ്യ കാത്തിക്കല്ല കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ട്. തന്നെയാണ് ഈ പറഞ്ഞ സംഗതി. അപ്പം മുതലിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ജിദ്ദയിൽ ജോലിയാണ്, അല്ലെങ്കിൽ UAE ജോലിയാണ്, കഫ്തീരിയയിലാണ് ജോലി. 1500 റിയാൽ കൂലിയുണ്ട്. കൊറോണ വന്നപ്പോൾ അവൻ പറഞ്ഞു മുതലാളിനോട് 1500 പോരാ, എനിക്ക് 2500 വേണമെന്ന് പറഞ്ഞു. മുതലാളി പറഞ്ഞു ഞാൻ എനിക്കൊരു 2000 ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. പറ്റൂല, 2500 വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഹുറൂജ് അടിച്ചാളി, ഞാൻ പോകുകയാണ് പറഞ്ഞു. ഓനോണ്ട് പോയാൽ മുതലാളിയുടെ കഫ്തീരിയാണ് പൊളി. പിന്നെ മുഅ്മിനീങ്ങളെ, അപ്പം അതുകൊണ്ട് കാര്യങ്ങളെ ഗൗരവത്തിൽ കാണണം. സന്താന പരിപാലനം, അടുത്ത ഉമ്മത്തിന് വേണ്ടിയുള്ള നീക്കിരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്. അതിലൊന്ന് ഈമാൻ കൈമാറണം, ഒരു കേടുമില്ലാതെ. നമ്മളെ മക്കൾക്ക്, അടുത്ത സമൂഹത്തിന് ഈമാൻ അടുത്ത തലമുറക്ക് കൈമാറാൻ കഴിയണമെങ്കിൽ ഈമാനിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കണം. ഈമാനിനൊരു അടിസ്ഥാനമുണ്ട്. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതൊക്കെ ഒരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വേണം. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക. മുഹമ്മദ് നബിനെ മനസ്സിലായില്ലെങ്കിൽ അള്ളാഹിനെ കൊണ്ട് വിശ്വാസം വരില്ല. അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. മുഹമ്മദ് നബിനെ വിശ്വാസം ഇല്ലെങ്കിൽ മലക്കുകളെ വിശ്വാസം വരില്ല.
അള്ളാഹുവിൻ്റെ കിതാബുകളെ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒരാൾക്ക് വിശ്വാസമാണെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കൊണ്ട് വിശ്വസിക്കുക. സ്വർഗം എങ്ങനെയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. സ്വർഗത്തിൽ എന്തൊക്കെ കുറേ ഉണ്ട് എന്നേ മനസ്സിലാവുള്ളൂ, എന്താണെന്ന് മനസ്സിലാവില്ല. സ്വർഗത്തെ പറ്റിയപ്പോൾ പരമാവധി നമുക്ക് അറിയണ കാര്യം എന്താ വെച്ചാൽ കുറേ തിന്നുണ്ട് എന്നാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അതെന്താ പറയുക, നിങ്ങൾ ലാവിഷായാൽ രസം നഷ്ടപ്പെടും. മനസ്സിലായില്ല. മത്തിക്ക് എന്താ വില എന്ന് ചോദിച്ചു മീൻകാരനോട്. അതിൽ പറഞ്ഞു 2 കിലോ 50 ഉറുപ്പ്യാണ് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അയിലക്ക് എന്താ വില എന്ന് ചോദിച്ചു. അയില കിലോ 150 ഉറുപ്പ്യാണ് പറഞ്ഞാൽ എന്നാൽ അയില 1/2 കിലോ എടുക്കുക പറയും. മത്തി വേണ്ട, കാരണം എന്താ 2 കിലോ 50 ഉറുപ്പ്യാണ്, വേണ്ടി വരില്ല. ലാവിഷായാൽ രസം നഷ്ടപ്പെടും. അതേ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെന്നിട്ട് എന്താ മീനിന് വില എന്ന് ചോദിച്ചു. അത് പറഞ്ഞു പിന്നെ മത്തിയാണുള്ളത്, അത് കുറച്ച് വില കൂടുതലാണ് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. കിലോ 500 ഉറുപ്പ്യാണെന്ന് പറഞ്ഞു. വിചാരിച്ചോളി മത്തിക്ക്. എന്നാൽ ഒരു 1/2 കിലോണ് കൊണ്ടുപോകാറ്. സ്വർഗത്തിൽ ഭക്ഷണം ലാവിഷാണ്, അതുകൊണ്ട് രസം ഉണ്ടാവില്ല. സ്വർഗത്തിലെ ഭക്ഷണേ എപ്പോൾ നോക്കിയാലും മുന്തിരി, ഉറുമാമ്പഴം, ആപ്പിള്, അങ്ങനെ ലാവിഷാണ്. എന്നും കോഴിയാണെങ്കിൽ ആർക്കെങ്കിലും കോഴി വേണ്ടി വരുമോ? എന്നും മന്തിയാണ്. എന്നാൽ എന്താ പറയുക, മന്തി അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതാണ് അപ്പോൾ പറയാം. ഇങ്ങനെയാണ് സംഗതി. അപ്പോൾ സ്വർഗത്തിൽ എല്ലാ ഭക്ഷണങ്ങളും ലാവിഷായതിനാൽ രസം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പരമാവധി മനസ്സിലായി എന്ന് തോന്നുന്ന സ്വർഗമാണ്, അതും മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് സ്വർഗം മനസ്സിലായി, നരകം മനസ്സിലായി, സിറാത്ത് പാലം മനസ്സിലായി എന്നതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം പോയാൽ അതിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ എല്ലാ വിശ്വാസവും പോകും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്നതാണ് ഈമാനിൻ്റെ അടിസ്ഥാനം. ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വലാണ്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ് ഏത് മാസത്തിലാ? റബീഉൽ അവ്വലാണ് ഏറ്റവും തർക്കം ഉണ്ടാകുക. അത് കഴിഞ്ഞ റമദാനിലാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും തർക്കമുള്ള മാസം റബീഉൽ അവ്വലാ. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ്. മുഹമ്മദ് നബിയിൽ താല്പര്യം കുറഞ്ഞു വരുന്നതിനെയാണ് ഈമാന്റെ നുഖ്സാനിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈമാന്റെ കമാലിയത്ത് മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്താണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത? മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. ഇതന്നെ സംഗതി. അപ്പം അതുകൊണ്ട് ഈമാൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്, അത് മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ്. ഇത് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചാൽ അവരിൽ നിന്ന് അടുത്ത തലമുറക്ക് കിട്ടും, ഈമാൻ കൈമാറ്റം ചെയ്യപ്പെടും. എങ്ങനെ പഠിപ്പിക്കുക? വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തണം. അപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ കുട്ടിനോട് പറയണം, മോനെ വറ്റ് ചാടല്ലോ, ചാടിയ ഭക്ഷണമെടുത്ത് കഴിച്ചാൽ ഭ്രാന്ത്, കുഷ്ഠം, വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവൂല എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുക. പെരപ്പണി കഴിഞ്ഞിട്ട് പൈൻ്റൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ കട്ട വിരിച്ചിട്ട് സൈഡിൽ കൂടെ ഓളോറിസൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് 3 റോസാക്കൊമ്പ് കൊടുന്ന് കുഴിച്ചിടുമ്പോൾ മോനോട് പറയാം, മോനെ മുഹമ്മദ് നബിയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണുണ്ടായിരുന്നത് എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് 3 റോസാക്കൊമ്പ് കുഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ റോസാക്കൊമ്പിനെ മുഹമ്മദ് നബിയോട് നമ്മൾ പരിചയപ്പെടുത്തി. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് ഈമാൻ നിലനിൽക്കുക. ഏത് വിഷയങ്ങളെ പഠിക്കുന്നതും അതിൻ്റെ ആളെ വെച്ചിട്ടാണ്. ഇസ്ലാമിൻ്റെ വിമർശകർ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ളത് മുഹമ്മദ് നബിയെയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതാണ് ഈമാൻ്റെ അടിസ്ഥാനം. അത് കുട്ടികളെ നല്ലോണം പഠിപ്പിച്ചാൽ ഓലെ ഈമാൻ എവിടേക്കും പോവില്ല, നിരീശ്വരവാദിയാവൂല, യുക്തിവാദിയാവൂല, സർവമത സത്യവാദിയാവൂല, ഒന്നും ആവൂല. അല്ലെങ്കിലും അതിലൊന്നും വലിയ കഥയില്ല, പറഞ്ഞവർക്ക് തന്നെ അതിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പം ഈ ലിബറലിസം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവമാണല്ലോ. ലിബറലിസം എന്ന് പറയുന്നത് ഒരു പഴയ 16-ാം നൂറ്റാണ്ടിൽ AD 1600 കൊണ്ടുവന്ന ഒരു തത്വമാണത്. 16-ാം നൂറ്റാണ്ടിൽ പിന്നെ അത് വളരെ നവീകരിച്ച് ഒരു 19-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് വന്നിട്ടുണ്ട്. ഇതാദ്യമായി കൊണ്ടുവരുന്നത് ഒരു അമേരിക്കൻ ചിന്തകനായിരുന്ന ജോൺ ലോക്ക് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ ലിബറലിസം എന്ന് പറയുന്ന സർവത്ര സ്വതന്ത്രതാവാദം ആദ്യമായി കൊണ്ടുവരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന്, പുരാതനമായ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു. രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, രാജാവിനെ അംഗീകരിക്കുകയൊക്കെ വേണം, പക്ഷെ ഒരു രാജാവ് മാറി വേറെ രാജാവ് വരാൻ പാടില്ല എന്നൊന്നുമില്ല, ദൈവമൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്, പുരോഹിതന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്താൽ പുരോഹിതന്മാരോട് ചെന്നിട്ട് പറഞ്ഞാൽ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാകും എന്ന് വിശ്വസിച്ചിരുന്നു. അതിനെതിരിലാണ് രണ്ടാമത് വാദിച്ചത്. മൂന്നാമത്തത്, പഴയ കാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നു. ജമ്മി കുടിയാൻ വ്യവസ്ഥ ഒരു നിലയ്ക്ക് നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ രൂക്ഷമായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത്. അതെങ്ങനെയാ വെച്ചാൽ മുതൽ മൊത്തം, ഭൂമിയുടെ മൊത്തം അവകാശി ജമ്മിയാണ്. കർഷകന് കൃഷി ചെയ്യാം. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ജമ്മിയുടെ ആളുകൾ വന്നിട്ട് മൊത്തം അളന്നെടുത്തുകൊണ്ട് ഓലാണ് കൊണ്ടുപോകും. എന്തെങ്കിലും കർഷകന് കൊടുത്താൽ അത് കിട്ടി. കർഷകൻ ഓനിഷ്ടമുള്ളത് മുതലാളിക്ക് അങ്ങോട്ട് കൊടുക്കല്ല, ജമ്മിക്ക് അങ്ങോട്ട് കൊടുക്കല്ല. കൃഷി എന്തായാലും കർഷകൻ നടത്തണം. വിളവെടുത്താൽ അത് മൊത്തം ജമ്മിക്കുള്ളതാണ്. ജമ്മി എന്തെങ്കിലും കൊടുത്താൽ ഇങ്ങോട്ട് വാങ്ങാം എന്നതാണ്. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നത്. ഇതിനെതിരെയാണ് ഈ സ്വതന്ത്രതാവാദം, ലിബറലിസം വരുന്നത്. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് അത് അതിമൊന്ന് മാറിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ക്ലാസിക്കൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ ആത്മീയത, അന്തസത്ത ചോർന്നു പോയ വാദത്തെയാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അതായത് പഴയ നാട്ടിൽ, നമ്മളൊക്കെ നാട്ടിൽ ഈ ഖാദിരിയ ത്വരീഖത്തിൻ്റെ ആൾക്കാർ കുറേ ഉണ്ടാവും. ഖാദിരിയ ത്വരീഖത്തിൽ കുറേ ദിക്റുകൾ ഉണ്ടാവും. ഉദാഹരണം കുത്തുബിയത്തൊക്കെ എടുത്തു നോക്കിയാൽ കുറേ 1000 അതിന് യാഹൂസിയ മുഹ്യിദ്ദീനൊക്കെ ചെല്ലണം. അപ്പോൾ നല്ലോണം പയിച്ചും. അപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നല്ല കുട്ടൻ ബിരിയാണി ഉണ്ടാക്കും. കുറേ കാലം കഴിഞ്ഞപ്പോൾ കുത്തുബിയത്തൊന്നുമില്ല, കുട്ടൻ ബിരിയാണി ബാക്കിയായി. ഇതിനെയാണ് ക്ലാസിക്കൽ സൂഫിസം എന്ന് പറഞ്ഞത്. എന്ന മാതിരത്തൊരു സാധനമായിട്ട് ലിബറലിസം മാറി. വാദമൊന്നുമില്ലാത്ത വർത്താനം. 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് അത് വീണ്ടും മാറി. സോഷ്യൽ ലിബറലിസം എന്ന പേരിൽ മാറി. സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ നിലവിൽ എന്താണോ ഉള്ളത് അതിനെതിരിൽ പറയാം. ഒരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയാണ് കെട്ടണത് എന്ന് വിചാരിക്കുക, കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക. അവിടെ അതിൻ്റെ നേരെ എതിര് പറയാം. എങ്ങനെയൊന്നല്ല വേണ്ടത്, ആണ് പെണ്ണിനും പെണ്ണ് ആണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയാം. എന്നാൽ ഒരു നാട്ടിൽ ചെന്നപ്പോൾ ആണ് പെണ്ണിനും പെണ്ണ് ആണിനെയാണ് കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക. അവിടെ അതിൻ്റെ നേരെ എതിര് പറയാം. ഇങ്ങനെയൊന്നല്ല വേണ്ടത്, പെണ്ണ് പെണ്ണിനെ ആണിനെയാണ് കെട്ടേണ്ടത് എന്ന് പറയാം. നിലവിൽ നാട്ടു നടപ്പിലുള്ളതിന് നേരെ എതിരിൽ പറയുന്നതിൻ്റെ പേരായി മാറി. അതിനെയാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത്. 21-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് അത് വീണ്ടും മാറി. അതാണ് ഇന്ന് നിലവിലുള്ളത്. അത് പൊളിറ്റിക്കൽ ലിബറലിസം എന്നതാണ് നിലവിലുള്ളത്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറഞ്ഞത്. വോട്ടണ്ട് കിട്ടൂല എന്ന് കണ്ടാൽ മാറ്റിയാണ്ട് പറയും. അതെന്നെ സംഗതി. അതാണ് ഇപ്പം ഇന്ന് നിലവിലുള്ളത്. അതിലൊന്നും നമ്മൾ അങ്ങനെ ഒരു ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. ഈമാൻ സംരക്ഷിക്കപ്പെടാണ് വേണ്ടത്. എന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കണം. ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാനത്തുല്ലാഹി അലൈഹിയായ അബൂജാഹിലിന് അള്ളാൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതല്ല. ഈ മക്കത്ത് ഒരു നബി ഉണ്ടാകുകയാണെങ്കിൽ
ബഹുമാനപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത്. അതാ യത്തീം കുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് അബൂജാഹിലിനുണ്ടായ പ്രശ്നം. അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. മക്കളെ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, അടുത്ത തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ച് നിർത്തിയിട്ട് അടുത്ത തലമുറക്ക് കൈമാറാൻ